ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ വെയ്റ്റുനി. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ്. ഇതുവരെയുള്ള വീഡിയോസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. നെക്സ്റ്റ് ഏത് വീഡിയോ വേണമെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ പറയാം. ഓക്കെ, അപ്പോൾ എല്ലാവരുടെയും പഠിത്തമൊക്കെ നന്നായി പോകുന്നു എന്ന് കരുതുന്നു. ഈ വീഡിയോയിൽ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഈ കമൻ്റാണ്. ഇത് എൻ്റെ ഫസ്റ്റ് വീഡിയോ, അതായത് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന കമൻ്റാണിത്. ഈ കുട്ടി ആക്ച്വലി ഒരു +1 +2 കൂടെ തന്നെ നീറ്റ് എഴുതിയിട്ട് നീറ്റ് ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടി. അപ്പം കമൻറ്റ് നോക്കുക, ചേച്ചി കണ്ണൂരാണോ? ചേച്ചി കണ്ണൂരാണ്, ഞാൻ കണ്ണൂരാണ്. പിന്നെ ഞാനിപ്പോൾ +1 സ്റ്റുഡൻ്റ് ആണ് ആൻഡ് നീറ്റിന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയതാണ്. സൈലം ജോയിൻ ആയിട്ട് എനിക്കാണെങ്കിൽ കുറച്ച് ബാക്ക്ലോഗ്സ് ഉണ്ട്, അതൊക്കെ എങ്ങനെയാണ് തീർക്കുക, പിന്നെ എങ്ങനെയാണ് നീറ്റ് പ്രിപ്പറേഷൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ തുടങ്ങിയ ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടുമോ, എങ്ങനെ പ്ലാൻ ചെയ്താണ് പഠിക്കേണ്ടത്, സ്റ്റഡി പ്ലാൻ പോലെ അങ്ങനെ സ്കൂൾ പ്ലസ് ഈ നീറ്റ് പ്രിപ്പറേഷൻ അതൊക്കെ. ചേച്ചി മേധ പറഞ്ഞ ചേച്ചി ആണോ പോൾ ഗ്രൂപ്പിലുള്ള? അത് ഞാൻ തന്നെയാണ്. എങ്ങനെയാണ് ഇപ്പോൾ ഗൈഡ് യൂസ് ചെയ്ത് എങ്ങനെയാണോ പഠിക്കുന്നത്, പ്രോബ്ലംസ് ഒക്കെ എങ്ങനെ ചെയ്യേണ്ടത്, ഇതൊക്കെ പറഞ്ഞു തരുമോ ചേച്ചി പറഞ്ഞിട്ടുള്ള കമൻറ്റാണ് ഇത്. ഇതെനിക്ക് DMCയിൽ കുറേ കുട്ടികൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. +1 +2 സ്റ്റുഡൻസ് ആണ്. അപ്പോൾ അവർക്ക് നീറ്റ് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ക്രാക്ക് ചെയ്യണമെന്നുണ്ട്. പക്ഷെ എങ്ങനെയാണ് പഠിക്കേണ്ടത് ഒന്നും അറിയില്ല. സ്കൂളിൽ നിന്ന് എടുക്കുന്നതുണ്ട്, അതിൻ്റെ കൂടെ എങ്ങനെയാണ് പഠിച്ചു പോകേണ്ടത് ഒന്നും അറിയില്ല, ഒന്ന് പറഞ്ഞു തരുമോ ചോദിച്ചിട്ട്. ഫസ്റ്റ് ഞാൻ എൻ്റെ കാര്യം പറയാം. എൻ്റെ +1 +2 എന്നുള്ള ഒരേ ഒരു ലക്ഷ്യം +1 +2 ഫുൾ മാർക്ക് വാങ്ങിയിട്ട് പാലയിൽ ജോയിൻ ചെയ്യുക, ഇതായിരുന്നു. ഞാനൊരു 6th തൊട്ടേ പാലയിൽ ജോയിൻ ചെയ്യണം, അതിന് നല്ല മാർക്ക് വേണം, +1 +2 ഇതാണ് എൻ്റെ ലക്ഷ്യം. അല്ലാതെ എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ നീറ്റ് ക്ലിയർ ചെയ്യുക എന്നുള്ളത് എൻ്റെ മൈൻഡിലേ ഉണ്ടായിട്ടില്ല. പക്ഷേ അത് ഏറ്റവും വലിയ തെറ്റാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. കാരണം ഞാൻ കോവിഡ് ബാച്ചായിരുന്നു. അപ്പോൾ +1 +2 സ്കൂളിൽ അധികം പോവേണ്ടി വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് വീട്ടിൽ നിന്നിട്ട് കുറേ സമയം ഉണ്ടായിരുന്നു പഠിക്കാൻ. ആ കൊല്ലം എനിക്ക് തോന്നുന്നു നീറ്റ് കുറച്ച് ഡിലേ ആവുകയും ചെയ്തു. അപ്പോൾ വീട്ടിലിരുന്ന് പഠിക്കുക വേണം, പിന്നെ പഠിക്കാനുള്ള ടൈം ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ കോൺസെൻട്രേഷൻ ഫുൾ എങ്ങനെയെങ്കിലും +1 +2 ഫുൾ മാർക്ക് വാങ്ങുക, പാലയിൽ നല്ല കൺട്രോൾഡ് ഹോസ്റ്റലിൽ തന്നെ പഠിക്കുക, ഇതായിരുന്നു എൻ്റെ ലക്ഷ്യം. അപ്പം ഞാൻ +1 +2 മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് പോയത്. അതായത് അവർ സെലക്റ്റീവായിട്ട് എക്സാംസിന് വരുന്ന ക്വസ്റ്റ്യൻസ് മാത്രം ഞാൻ പഠിക്കും. അല്ലാണ്ട് എനിക്ക് NCERT ബയോളജി ഇത്ര വായിക്കണം ഞാൻ ഒരിക്കൽ പോലും വായിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്താൽ പഠിച്ചത്, നീറ്റിന് കോൺസെൻട്രേറ്റ് ചെയ്തില്ല. അത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അങ്ങനെ +1 +2 എക്സാം കഴിഞ്ഞു. ഫുൾ മാർക്ക് ഇല്ലെങ്കിൽ കുറച്ച് മാർക്ക് കുറഞ്ഞിട്ട് മാർക്ക് കിട്ടി. എന്നിട്ട് ഞാൻ പാലയിൽ ജോയിൻ ചെയ്ത്, പറഞ്ഞ പോലെ തന്നെ കൺട്രോൾ ഹോസ്റ്റലെല്ലാം കിട്ടി, നല്ല ഹോസ്റ്റലായിരുന്നു. അപ്പോൾ ബ്രില്യൻറ്റിൽ പാലയിൽ ജോയിൻ ചെയ്ത്, പക്ഷേ എനിക്ക് ബേസ് പോലും അറിയാത്ത അവസ്ഥ. കാരണം ഞാൻ +1 +2 സെലക്റ്റീവായിട്ട് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം, അതായത് പബ്ലിക് എക്സാമിന് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ച് എക്സാം എഴുതിയത് കൊണ്ട് ബേസ് പോലും എനിക്കില്ല. അന്നേരം ഞാൻ മനസ്സിലാക്കി ഇത് +1 +2 തന്നെ കുറച്ച് നല്ല രീതിക്ക് നോക്കാൻ തുടങ്ങണമായിരുന്നു. അപ്പോൾ അന്നേരം എനിക്ക് മനസ്സിലായി. പിന്നെ എനിക്കൊരു മടുപ്പായിരുന്നു. ക്ലാസ്സിലെ എല്ലാ കുട്ടികളും പഠിക്കുന്ന പോലെ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, അത്ര മാർക്ക് എനിക്ക് കിട്ടുന്നില്ല. പിന്നെ എനിക്ക് കാരണം +1 +2 ഇത്ര നല്ല സ്കോർ ചെയ്തിട്ടും ഈ നീറ്റ് പ്രിപ്പറേഷൻ വരുമ്പോൾ ക്ലാസ്സിൽ എന്നാൽ ഈ കുറേ കുട്ടികളുണ്ടെങ്കിൽ അതിൽ താഴോട്ടാണ് ഞാൻ. അപ്പോൾ എനിക്ക് പഠിക്കാനുള്ള മൂടേ പോയി. അങ്ങനെ എൻ്റെ റിപ്പീറ്റ് ഞാൻ പഠിക്കാണ്ട് തന്നെ ആദ്യമൊക്കെ കുറച്ച് പഠിച്ച് പിന്നെ പഠിക്കുന്നതിനനുസരിച്ച് മാർക്ക് കിട്ടാണ്ടായി. പിന്നെ എനിക്ക് പഠിക്കാനുള്ള മൂഡ് പോയി. അങ്ങനെ പിന്നെ എൻ്റെ റിപ്പീറ്റ് ലൈഫ് അവിടെ തീർന്നു. പക്ഷേ ഈ ഡോക്ടർ ആവണം എന്നുള്ള എൻ്റെ അത്രക്കും വലിയ, ഞാൻ പണ്ട് മുതലേ ആരെപ്പോൾ ചോദിച്ചാലും ഞാനൊരു കൺഫ്യൂഷൻ ഇല്ലാണ്ട് പറയും എനിക്ക് ഡോക്ടർ ആവണം, അത് ഞാൻ പറയും. പക്ഷെ ഞാൻ +1 +2 അതിന് ഫോക്കസ് ചെയ്യാണ്ടായി. അങ്ങനെ എൻ്റെ ബേസ് പോയി, എൻ്റെ റിപ്പീറ്റ് പോയി. അതായത് സെക്കൻഡ് അറ്റംപ്റ്റ് നീറ്റ് പോയി റിപ്പീറ്റ്. അപ്പം ഞാൻ എന്തായാലും റിപ്പീറ്റ് ചെയ്യുമല്ലോ, കാരണം എൻ്റെ ഡ്രീം ഇതാണ്. എനിക്ക് ഇതിനെപ്പറ്റി അല്ലാണ്ട് വേറെ ഒന്നിനെ പറ്റി ആലോചിക്കാൻ പറ്റില്ല. റിപ്പീറ്റ് തുടങ്ങി. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പഠിച്ച് വീക്ക്ലി എക്സാംസിനുള്ള നല്ല മാർക്കുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കസിൻ്റെ മാരേജ്, വീട്ടിൽ തന്നെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അതിന് കുറച്ച് ബാക്ക്ലോഗ്സ് ഉണ്ടായി. എന്നാലും ഞാനതെല്ലാം കവറപ്പ് ചെയ്ത് പോകുന്നുണ്ട്. വീക്ക്ലി എക്സാംസിനെല്ലാം നല്ല മാർക്കുണ്ട്. പക്ഷേ ഞാൻ മിസ്റ്റേക്ക് ബുക്ക് ഉണ്ടാക്കിയില്ല. പിന്നെ തെറ്റിയത് എഴുതി വെച്ചില്ല. അതന്നെ, മിസ്റ്റേക്ക് ബുക്ക് ഉണ്ടാക്കിയില്ല. പിന്നെ എക്സാം കഴിഞ്ഞ് വന്നാൽ ഡിസ്കഷൻ കണ്ടില്ല. പിന്നെ ഡൗട്ട് ക്ലിയറൻസ് അറ്റൻഡ് ചെയ്തില്ല. പിന്നെ റിവിഷൻ ചെയ്തില്ല, പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്തില്ല. ഇന്ന് വീക്ക്ലി എക്സാം കഴിഞ്ഞാൽ ഇന്ന് ഞാൻ ആ ടോപ്പിക്ക് വിടും. പിന്നെ ഞാൻ
തൊട്ട് നോക്കില്ല. ബയോളജിയെല്ലാം അങ്ങനെ തന്നെ. പിന്നെ തൊടില്ല. വീക്കിലി എക്സാമിന് എനിക്ക് നല്ല മാർക്കുണ്ട്. എല്ലാ എല്ലാ വീക്കും ഇങ്ങനെ കഴിഞ്ഞ് അവസാനം മോഡലാവാനായാലും ഞാൻ ആ സത്യം മനസ്സിലാക്കി. എനിക്ക് പഠിച്ചത് കുറേ എല്ലാം പോയി. അതായത് മൈൻഡിൽ നിന്ന് പോയി. കാരണം ഞാൻ റിവിഷൻ ചെയ്തില്ല. പിന്നെ തെറ്റിയത് എഴുതി വെച്ചില്ല. ഡൗട്ട് ക്ലിയറൻസ് അറ്റൻഡ് ചെയ്തില്ല. ഡിസ്കഷൻ സെഷൻസ് അറ്റൻഡ് ചെയ്തില്ല. കുറേ പോയി ക്വസ്റ്റ്യൻസ്. അതായത് ഞാൻ റിപ്പീറ്റ് ചെയ്യുമ്പോൾ മര്യാദയ്ക്ക് പഠിക്കാത്തതുകൊണ്ട് റിപ്പീറ്റിൻ്റെ ടൈമാണ് ഞാൻ നോട്ട്സ് ഉണ്ടാക്കുന്നത്, ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് എല്ലാം റിപ്പീറ്റിൻ്റെ ടൈമാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ക്വസ്റ്റ്യൻസ് മര്യാദയ്ക്ക് ഫോക്കസ് ചെയ്യില്ല, തിയറി ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞു. റിപ്പീറ്റ് എനിക്ക് ഓക്കെ പഠിച്ചിട്ടുണ്ട് ഞാൻ. എന്നാലും അവസാനം പിന്നെ നല്ലോണം വർക്ക് ചെയ്തു. പക്ഷെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് കോൺഫിഡൻസ് ഇല്ല. കാരണം ന്യൂലി ആഡഡ് പ്ലാൻ ഫാമിലീസ് ഞാൻ മര്യാദയ്ക്ക് പഠിച്ചില്ല. ഫ്രോഗ് എങ്ങനെ പഠിച്ചിരുന്നു. പിന്നെ എക്സ്പെരിമെൻ്റൽ ഫിസിക്സ് എൻ്റെ തലേന്ന് ഫുൾ പോയി. കാരണം ഞാൻ റിപ്പീറ്റാണ് ചെയ്യുന്നത്. +1 +2 അവസാനം കുറച്ച് 1-2 ക്ലാസ്സസ് മാത്രമേ നമുക്ക് എക്സ്പെരിമെൻറ്റ്സ് എടുത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് ആ ഒരു ടച്ചും പോയി. അപ്പോൾ ഞാൻ പഠിച്ചിന് കുറേ കാര്യങ്ങൾ 75% സിലബസിൻ്റെ 75 to 80% ഞാൻ നന്നായിട്ട് പഠിച്ചിന്. പക്ഷെ എനിക്ക് കോൺഫിഡൻസ് ഇല്ല. എക്സാം അറ്റൻഡ് ചെയ്യാണ്ട് കോൺഫിഡൻസ് ഇല്ല. എക്സാം ഹോളിൽ കയറുമ്പോൾ വരെ എൻ്റെ കണ്ണിൽ ഇങ്ങനെ വെള്ളം വന്നിട്ട് ഞാൻ കയറുന്നു. അപ്പോൾ കോൺഫിഡൻസ് ഇല്ലാണ്ട് ഞാൻ എക്സാം എഴുതുന്നത്. അപ്പോൾ അതും എൻ്റെ കയ്യിൽ നിന്ന് പോയി. അതായത് റിപ്പീറ്റാണ് ചെയ്തത്. കോൺഫിഡൻസ് ഇല്ലായ്മ, സിലബസ് 20% കവർ ചെയ്യാത്തത് എല്ലാം കാരണം എൻ്റെ റിപ്പീറ്റ് കയ്യിൽ നിന്ന് പോയി. അപ്പോൾ ഞാൻ ഫുള്ള്, അതായത് എക്സാം കഴിഞ്ഞിട്ട് ഒരാഴ്ചത്തോളം ഞാൻ ഫുഡ് കഴിക്കാണ്ടായി. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ മെൻ്റലി. എല്ലാവരും ചോദിക്കുന്നു എന്തായി നീറ്റ് കിട്ടുമോ, ഇത് റിപ്പീറ്റ് അല്ലേ, പിന്നെ എന്നിട്ടും ടഫായിരുന്നോ, എല്ലാവർക്കും ഈസിയാണെന്നാണല്ലോ പറയുന്നത്, നിനക്ക് മാത്രം എന്താ ടഫായ. ഫുൾ ക്വസ്റ്റ്യൻസ്, ഫുൾ പ്രഷർ. വാട്സപ്പ് തുറക്കാൻ പറ്റില്ല. എത്രയോ എനിക്ക് ഇതുവരെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നീ ഓക്കെ ആണോ, നിനക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് പോലും ചോദിക്കാത്ത ആൾക്കാർ നിനക്ക് നീറ്റ് കിട്ടും. എന്നോട് മാത്രമല്ല, എൻ്റെ ഫ്രണ്ട്സിനോടോ അവൾക്ക് നീറ്റ് കിട്ടും. ഇതൊക്കെ കാരണം എൻ്റെ ഒരാഴ്ച ഞാൻ ഫുള്ള് എന്താന്നൊരു തീരുമാനം എടുക്കാൻ പറ്റാണ്ടായി. എല്ലാവരും പറഞ്ഞു മതി, ഡ്രോപ്പ് ചെയ്യും, ഇനി വേറെ ഏതെങ്കിലും എൻജിനീയറിങ് അങ്ങാറ്റം എടുക്കാം, ഡ്രോപ്പ് ചെയ്ത് പറഞ്ഞ്. പക്ഷെ എനിക്ക് എൻ്റെ ഒരു ഈ പണ്ട് മുതലേ ഉള്ള ഡ്രീമായത് കാരണം എനിക്കിതല്ലാണ്ട് വേറെ ഒരു പ്രൊഫഷൻ സെലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ കോഴ്സ് സെലക്ട് ചെയ്യാൻ തോന്നുന്നില്ല. അപ്പം ഞാൻ തീരുമാനിച്ചില്ല, ഞാൻ എന്തായാലും സൂപ്പർ റിപ്പീറ്റ് ചെയ്യുമെന്ന് തീരുമാനിച്ച്. അങ്ങനെയാണ് ഞാനിപ്പോൾ സൂപ്പർ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് റിപ്പീറ്റ് ചെയ്യുന്ന അത്ര ബുദ്ധിമുട്ടില്ല. കാരണം എൻ്റെ കയ്യിൽ ഷോർട്ട് നോട്ട്സിൻ്റെ എനിക്ക് മിസ്റ്റേക്സ് ഒക്കെ മനസ്സിലായി, എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ള മനസ്സിലായി. ഇനി എനിക്ക് ആ കുറച്ച് സിലബസ് കുറച്ച് കംപ്ലീറ്റ് ആക്കാനുണ്ട്. അത് വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നു. അപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്നത്, ഇനി +1 +2 പഠിക്കുന്ന കുട്ടികൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എനിക്ക് പറ്റിയ പോലെ പറ്റരുത്. ലൈക്ക് +1 +2 തന്നെ എല്ലാ കാര്യവും പഠിക്കുക, ബേസ് പോലും ഇല്ലാണ്ടാവരുത്. കാരണം നിങ്ങൾക്ക് കുറേ ടൈമുണ്ട്. +1 ഉണ്ട്, +2 ഉണ്ട്. നീറ്റ് റിപ്പീറ്റ് ചെയ്യുന്നത് 1 കൊല്ലമാണ്. നിങ്ങൾക്ക് 2 കൊല്ലം ടൈമുണ്ട്. NCERT ക്ലാസ് നടക്കുന്നത് ബയോളജീൻ്റെ കേസാണ് ഞാൻ പറയുന്നത്. ബയോളജി NCERT നമുക്ക് ഒരു ദിവസം അല്ല, ഒരു ചാപ്റ്റർ എടുത്ത് തീരുന്നത് മേ ബി ഒരാഴ്ചയൊക്കെ എടുത്തായിരിക്കും സ്കൂളിൽ നിന്ന് ഒരു ചാപ്റ്റർ എടുത്ത് തീരും. അപ്പോൾ അത്രയും ടൈം നിങ്ങൾക്കുണ്ട്. അത്രയും ടൈം NCERT ലൈൻ ബൈ ലൈൻ വായിച്ച് ഓരോ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സും മാർക്ക് ചെയ്ത് പോകണം. ലൈൻ ബൈ ലൈൻ വായിച്ച് അതിൽ തന്നെ നിങ്ങൾക്ക് തന്നെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ക്യാപ്പബിൾ ആയിരിക്കണം. ഒരു ചാപ്റ്റർ മിനിമം അക്കാഡമിക് കഴിയുന്നതിനുള്ളിൽ ഒരു ചാപ്റ്റർ മിനിമം 4 പ്രാവശ്യമെങ്കിലും വായിച്ചിരിക്കണം. വായിച്ച് മാർക്ക് ചെയ്ത് മാത്രം പോരാ, അതായി റിലേറ്റ് ചെയ്ത് ഏതെങ്കിലും ഗൈഡ്. ഇപ്പോൾ ഈ കുട്ടി പറഞ്ഞു സൈലത്തിൽ ജോയിൻ ആയി, അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽസ് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഗൈഡ്, ഫിംഗർ ടിപ്സ് പോലെയുള്ള ഏതെങ്കിലും ഒരു ഗൈഡ് വാങ്ങി ഏത് ഭാഗമാണോ ഇന്ന് പഠിച്ചത് ആ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻ ചെയ്ത് പോകണം. എന്നിട്ട് അതിൽ തെറ്റിയത് മാർക്ക് ചെയ്ത് നെക്സ്റ്റ് ടൈം ഈ ചാപ്റ്റർ വായിക്കുമ്പോൾ ആ തെറ്റിയ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി ചെയ്ത് നോക്കുക. ഇത് എൻ്റെ NCERT ആണ്. എൻ്റെ NCERTയിൽ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ചാപ്റ്ററിൽ ഞാൻ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാർക്ക് ചെയ്ത് ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്തതാണിത്. ഇതുപോലെ വേണം ഹൈലൈറ്റ് ചെയ്യാൻ. പക്ഷെ ഞാൻ ഇതിനു മുമ്പേ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ചെയ്തു വെച്ചൊരു വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, എല്ലാ ലൈനും ഹൈലൈറ്റ് ചെയ്യും. അതായത് എല്ലാ ലൈനും ഹൈലൈറ്റ് ചെയ്തിട്ട് ഇനി അതിൽ നിന്ന് ഞാൻ കണ്ടുപിടിക്കണം ഇതിലും ഇമ്പോർട്ടൻ്റ് ഏതാണെന്ന്. അത് ഭയങ്കര ഞാൻ ചെയ്ത ഭയങ്കര പൊട്ടത്തരായിരുന്നു. എല്ലാ ലൈനും ഞാൻ
എന്താ ഹൈലൈറ്റ് ചെയ്ത് വെച്ചു. ഇങ്ങനെ ആകുമ്പോൾ വലിയ കുഴപ്പമില്ല. ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ, അതായത് അത്രക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് NCERT കംപ്ലീറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ തന്നെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട് നമുക്ക് തോന്നുന്ന ലൈൻസ് കംപ്ലീറ്റ് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ബയോളജീൻ്റെ കാര്യത്തിൽ നമുക്ക് കുറച്ച് ഐഡിയ ആയല്ലോ. ഇനി ഫിസിക്സും കെമിസ്ട്രി എങ്ങനെയാണ് നിങ്ങൾ നോക്കണത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ +1 +2 കൂടെ തന്നെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തവരാണെങ്കിൽ അവരെ ക്ലാസ് പാരലായിട്ട് കണ്ടുപോയി അങ്ങനെ കുഴപ്പമില്ലാണ്ട് പോകാൻ തോന്നും. പക്ഷേ +1 +2 കൂടെ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും ജോയിൻ ചെയ്യാതെ ഒറ്റക്ക് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഒരുപാട് യൂട്യൂബ് ചാനലുണ്ട്. അതായത് നോർത്തിലൊക്കെയുള്ള ഒരുപാട് യൂട്യൂബ് ചാനൽ. ഹിന്ദി അറിയുന്ന കുട്ടികളാണെങ്കിൽ അവർ ഹിന്ദിയിലും നല്ല നല്ല ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ ഹിന്ദി അറിയില്ല, ഇംഗ്ലീഷ് അറിയെങ്കിൽ പേടിക്കണ്ട, ഇംഗ്ലീഷിലും നല്ല നല്ല കുറേ ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ അതേതെല്ലാം നമുക്ക് നോക്കാം. കെമിസ്ട്രി ഒരുപാട് നല്ല ഫാക്കൽറ്റീസ് ഉണ്ട്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുക, അതായത് ഇംഗ്ലീഷ്, അതായത് ഹിന്ദി മര്യാദയ്ക്ക് അറിയില്ല, ഇംഗ്ലീഷ് അത്യാവശ്യം അറിയുന്ന കുട്ടികളാണെങ്കിൽ ഈ വാസിം ഭട്ട് സാറിൻ്റെ പേര്, അൺഅക്കാഡമി നീറ്റ് ഇംഗ്ലീഷ് ചാനലിലാണ് സാറ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ സാറിൻ്റെ ക്ലാസ്സസ് ഈസ് ലൈക്ക് ഭയങ്കര ഡ്യൂറേഷൻ ഉണ്ടാവും. അതായത് നമ്മളൊരു നീറ്റ് കോച്ചിങ്ങിന് പഠിക്കുമ്പോൾ ഒരു ചാപ്റ്റർ എടുക്കാൻ എത്ര ടൈം എടുക്കുന്നോ അത്ര തന്നെ ടൈം എടുത്തിട്ടായിരിക്കും സാർ ഓരോ ക്ലാസ്സും കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇത് പ്ലേലിസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ സാറ് ഭയങ്കര എല്ലാം ബേസ് തൊട്ട് അഡ്വാൻസ് ലെവലിൽ എല്ലാ കാര്യവും നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ ഒരു കോച്ചിങ് സെൻറ്ററിൽ ചേരാത്ത കുട്ടികളാണെങ്കിൽ എന്തായാലും കെമിസ്ട്രീൻ്റെ കാര്യത്തിൽ ഈ സാറിൻ്റെ ക്ലാസ് കാണുന്നതായിരിക്കും നല്ലത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഹിന്ദി ക്ലാസ്സസ് കാണാൻ കുറച്ചും കൂടി ഓക്കെ ആണെങ്കിൽ ഇതാണ് നിതേഷ് ദേവ്നാനി പറയുന്ന സാറ്. ഇങ്ങനെ തന്നെയാണോ പ്രൊണൗൺസിയേഷൻ എനിക്കറിയില്ല, എന്നാലും അടിച്ചു നോക്ക്. ഈ ചാനലിൻ്റെ പേര് നീറ്റ് ADDA 247 ഇതാണ് ചാനലിൻ്റെ നെയിം. അപ്പോൾ ഇത് ജസ്റ്റ് കണ്ടു നോക്കുക. ഇതല്ല വേറെ നല്ല ക്ലാസ്സസ് എടുക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് പറയാം, എല്ലാവർക്കും യൂസ്ഫുൾ ആവുമല്ലോ. ഇനി നമുക്ക് കെമിസ്ട്രി ക്വസ്റ്റ്യൻ പ്രാക്ടീസിന് വേണ്ടിയിട്ട് സൈലത്തിൻ്റെ തന്നെ നീറ്റിൻ്റെ യൂട്യൂബ് ചാനലിൽ വേൽമുരുകൻ സാറിൻ്റെ 100 മോസ്റ്റ് എക്സ്പെക്റ്റഡ് MCQ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അത് ക്വസ്റ്റ്യൻ ചെയ്താൽ, നമ്മൾ തിയറി കഴിഞ്ഞിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്താൽ നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഇനി ഞാൻ നിങ്ങൾക്ക് ഫിസിക്സിന് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുക ഈ ചാനലാണ്, വേദാന്തു നീറ്റ് ഇംഗ്ലീഷിൽ. ഈ പെർട്ടിക്കുലർ ശ്രേയസ് സാർ എന്നാണ് പേര്. അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ ജസ്റ്റ് അടിച്ചു നോക്കിയാൽ കിട്ടും. അപ്പോൾ ഞാൻ ഫിസിക്സ് അവസാനം റിവിഷന് വേണ്ടിയൊക്കെ കണ്ടിട്ടുള്ളത് ഈ ചാനലിൽ സാറിൻ്റെ ക്ലാസ്സാണ്. ഇത് ഇംഗ്ലീഷും അറിയുന്ന കുട്ടികൾക്ക് അത്യാവശ്യം യൂസ്ഫുൾ ആയിരിക്കും. ഇനി ഫിസിക്സ് ക്വസ്റ്റ്യൻ പ്രാക്ടീസാണ് ചെയ്യേണ്ടതെങ്കിൽ തമന്ന ചൗധരി പറഞ്ഞ ഈ ഉണ്ട്. മാമിൻ്റെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്ന സെഷൻസ് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യും. അതായത് നമ്മളൊരു ചാപ്റ്റർ പഠിച്ച് മാമിൻ്റെ തന്നെ ക്ലാസ്സസ് കാണാം, ബട്ട് ഇത് ഹിന്ദിയാണ്. അതാണ് ഞാൻ ക്വസ്റ്റ്യൻ പ്രാക്ടീസിന് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ക്ലാസ്സെല്ലാം മര്യാദയ്ക്ക് കണ്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം ഈ മാമിൻ്റെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് കണ്ടു നോക്കിയാൽ എന്തായാലും നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഇനി ഇതിൻ്റെ ബാക്കി പാർട്ട് ബാക്ക്ലോഗ്സ് എങ്ങനെ കവർ ചെയ്യാനുള്ള വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.